ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന അളവിൽ മുന്നേറുവാൻ കഴിയാതെ നിരാശ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുള്ളതാണ്, ഞാൻ ഇത്രയും കാലം ദൈവത്തെ ആരാധിച്ചു, ഞാൻ ഇത്രയും കാലം ദൈവത്തെ സേവിച്ചു, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർണ്ണത എനിക്കിതുവരെയും പ്രാപിച്ചെടുപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് നിരാശ കടന്നു വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള ദൈവമക്കളായ സഹോദരങ്ങളെയും ചുറ്റുമുള്ള കൂടപ്പറപ്പുകളെയും നാം നോക്കിയിട്ട് നമ്മെ ഒന്ന് വിലയിരുത്തും. എന്നാൽ ഈ രാത്രിക്കാലം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, കൂടപ്പറപ്പുകളെ നോക്കിയും ചുറ്റുമുള്ള വിശ്വാസികളെ നോക്കിയല്ല നാം നമ്മെ വിലയിരുത്തേണ്ടത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവം നമ്മെ ഇന്നയോളം നടത്തിക്കൊണ്ടുവന്ന വിധങ്ങളെയും കരുതിയ നന്മകളെയും ഓർത്തൊന്ന് വിലയിരുത്തണം. എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ താൻ ആകേണ്ടത് നാം ആയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ആകേണ്ടത് വിധം ആയിത്തീരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ശുഭഭാവി നമ്മിൽ വെളിപ്പെട്ടു വരുന്നത് കാണുവാനിടയിത്തീരും. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി എന്ന് വെച്ചാൽ പഴയ സ്വഭാവങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ദൈവം ഇഷ്ടം ചെയ്യുന്ന ഒരു പുതു മനുഷ്യനായി നാം മാറ്റപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിലും ദൈവവചനത്തിലും അവൻ്റെ ആത്മാവിനാലും നീ ജനിച്ചുവെങ്കിൽ നിൻ്റെ പ്രവൃത്തി ദൈവത്തിന് പ്രസാദമായിരിക്കണം. അങ്ങനെ ദൈവത്തിന് പ്രസാദമായിരുന്നാൽ നീ ചോദിക്കുന്നതും നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരി ദൈവം നിന്നെ കരുതി ഉയർത്തും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നാം ആരാധിക്കുന്നത് താഴ്ത്തുന്ന ദൈവത്തെ അല്ല, ഉയർത്തുന്ന ദൈവത്തെയാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഉയർത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നമ്മെ നാം താഴ്ത്തിക്കൊടുത്താൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിക്കും. ഇടത്തും വലത്തും നോക്കി വീണവരെ കണ്ടിട്ട് നിരാശയോട് വാക്ക് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് പിന്മാറ്റക്കാർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ വിശ്വാസത്തിൽ നാം കുറഞ്ഞു പോകരുത്. യേശു കർത്താവിൻ്റെ വചനം നാം പഠിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആരിലേക്ക് നോക്കി? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച യേശു കർത്താവ് നിന്നെ ലജ്ജിപ്പിക്കാനല്ല വിളിച്ചത്. സ്തോത്രം. നിൻ്റെ കൂടപ്പുറപ്പുകളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനല്ല നിന്നെ വിളിച്ചത്. മറ്റുള്ള മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കാനല്ല യേശു നിന്നെ വിളിച്ചത്. നിൻ്റെ തലയെ ഉയർത്തി നിൻ്റെ കണ്ണുനീര് തുടച്ച് നിവർന്നു നിന്നുകൊണ്ട് എന്നെ ഉയർത്തിയ ദൈവമാണ്, നിങ്ങളെ ഉയർത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് എൻ്റെ യേശുവിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങളും ഉയർത്തപ്പെടുമെന്ന് നിങ്ങളുടെ നാവിലൂടെ പറയിക്കേണ്ടതിന് സർവശക്തനായ ദൈവം തള്ളിക്കളയാതെ ഇന്നയോളം നിങ്ങളെ ചേർത്ത് പിടിച്ചു. പക്ഷേ ആ പിടിച്ച ദൈവത്തെ, കരുതിയ ദൈവത്തെ പലപ്പോഴും നാം മറന്നു പോവുകയാണ്. കാരണം സ്വത്രം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നാം തകർന്നു പോവുകയാണ്, തളർന്നു പോവുകയാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിലും വലിയ വിഷയം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെയൊന്നും തകർന്നു പോകാതെ നിന്നത് ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ള ആ ഒരു ചിന്ത ഹൃദയത്തിനകത്തേക്ക് കടന്നു വരികയും അതുപ്രകാരം ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കും, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ കണ്ണിന് മറുപടി തരുവാൻ ശക്തനാണ്, ഞാൻ ഒരിക്കലും ലോകത്തിലേക്ക് നോക്കത്തില്ല എന്നുള്ള തീരുമാനത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമെന്ന് ഉള്ളു തുറന്ന് ദൈവസനിൽ പറയാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞ്, നീ ഒരിക്കലും ആരുടെ മുമ്പിൽ തോറ്റുപോകത്തില്ല, നീ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല.
നിന്നെ തോൽപ്പിക്കുമെന്നും നിൻ്റെ കുഞ്ഞുങ്ങളെ തകർക്കുമെന്നും നിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുമെന്നും പറയുന്ന ആ പൈശാചികമായ വ്യക്തിത്വങ്ങളെ കണ്ടിട്ട് നീ നിരാശപ്പെടാതെ ഇന്നയോളം നിന്നെ നിർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു കേട്ടോ. അപ്പനോട് പറയണം, അപ്പാ ഈ പ്രതിസന്ധിയിൽ ഞാൻ വീണു പോകാൻ ഇടവരല്ലേ, ഈ ശത്രു പറയുന്ന വാക്ക് കേട്ട് എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകാൻ ഇടവരല്ലേ, അപ്പാ ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞ് ശത്രു എൻ്റെ മേൽ ജയഘോഷം കൊള്ളാൻ സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തി കൊടുത്തു നോക്ക്. ഒരു പക്ഷേ നീ ദൈവസന്നിധിയിൽ താഴ്ത്തി നിന്നെ കൊടുക്കുമ്പോൾ പലരും നിന്നെ പഴിക്കും, പലരും നിന്നെ കുറ്റം പറയും, പലരും നിന്നെ ഒറ്റപ്പെടുത്തും. ഓ ഞങ്ങളും വിശ്വാസികളാ, എങ്കിലും നിൻ്റെ ഈ വിശ്വാസം പോലെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓ വലിയൊരു വിശ്വാസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമ്മുടെ വിശ്വാസത്തെ പിന്തിരിപ്പിക്കാൻ ചിലരൊക്കെ ശ്രമിച്ചെന്ന് വരും. അതൊന്നും കണ്ടിട്ട് അതൊന്നും കേട്ടിട്ട് നീ പുറകോട്ട് നോക്കല്ല്. നിന്നെ കരുതിയ ദൈവത്തിന് സന്നിധിയിൽ മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കണം. അങ്ങനെ നോക്കിയവരാരും ലജ്ജിതരായി തീർന്നിട്ടില്ല. അങ്ങനെ നോക്കിയവരാരും കരഞ്ഞും വിലപിച്ചും എല്ലാ കാലത്തും നടന്ന ചരിത്രമില്ല. അവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവർക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയും, ഒന്നുമില്ലാതിരുന്ന എന്നെ, ആരുമല്ലാതിരുന്ന എന്നെ എന്തെങ്കിലും ആക്കി തീർത്തെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ പണമല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കരുതലല്ല, എൻ്റെ സ്നേഹിതന്മാർ എന്നെ ഉയർത്തിയതല്ല, എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാ. ഇന്ന് രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ ഏതൊക്കെ തലത്തിൽ നാം യാത്ര ചെയ്താലും നാം തിരിഞ്ഞു നോക്കും. എന്തിനെന്നറിയാമോ? പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത്. കാരണം പുറകോട്ട് നോക്കിയാൽ നിന്റെ മുഖം വാടും. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിപ്പാൻ നീ തയ്യാറാണെങ്കിൽ കുഞ്ഞെ, നീ ഒരു രോഗക്കിടക്കിൽ വീണ് കിടക്കുവാൻ ദൈവം വിടത്തില്ല. ഒരു സാമ്പത്തിക തകർച്ച വന്ന് ആത്മഹത്യ ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ ഒരിക്കൽ ലോകത്തിന് മുമ്പിൽ നശിച്ചു പോകാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ കൂട്ടാളി ക്ഷീണിതനായി ഭവനത്തിനകത്ത് കിടക്കമേൽ കിടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ആ ഭാഗ്യ പദവി നിനക്ക് സ്വർഗം തന്നത് സ്വത്രം. മറ്റ് ജ്ഞാനികൾക്ക് കൊടുക്കാൻ മനസ്സില്ലാതെ നിനക്ക് തന്നത് നിന്നെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. അത് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം. ഒരു പക്ഷേ ഇന്ന് നിൻ്റെ കരത്തിൽ കുറവ് പൈസയായിരിക്കും, ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിലെ കുറവ് ചില സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും, മറ്റ് ചില കുറവുകൾ പലരും നിന്നെ കുറ്റം പറഞ്ഞായിരിക്കും. പക്ഷേ ആ കുറവിനെ നികത്തുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എന്നാൽ നീ ആശ്രയിക്കുന്ന, നീ സേവിക്കുന്ന ദൈവത്തിന് നിൻ്റെ കുറവുകളെ നികത്തി നിറവുള്ളതാക്കി തീർക്കുവാൻ കഴിയും കുഞ്ഞെ. അതുകൊണ്ട് നീ ലോകത്തിൽ നോക്കി നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും ഓർത്ത് ദൈവത്തിന് മുഴുവൻ മഹത്വവും കൊടുക്ക്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്, നിങ്ങളെ തെറ്റിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പിശാച് ആവോളം ശ്രമിക്കും. സ്വത്രം. നിങ്ങളെ തെറ്റിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സ്വത്രം പിശാച് ആവോളം ശ്രമിക്കും. എന്നാൽ കുഞ്ഞെ, പിശാചിൻ്റെ കരത്തിൽ വീണ് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം നിന്നെ വിടത്തില്ലെന്ന് നീ വിശ്വാസത്തോടെ തിരിച്ചറിയാൻ ശ്രമിക്കുക. കാരണം എൻ്റെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തതും നിന്നെ വിളിച്ചതും പിശാചിൻ്റെ സന്നിധി നിന്നാ. അങ്ങനെയാണെങ്കിൽ ഇനി നീ പിശാചിൻ്റെ കരത്തിൽ വീണ് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ഒരനുഗ്രഹമാകും. നിന്നെ തകർക്കുമെന്ന് പിശാചിൻ്റെ തല നീ തകർക്കും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേലവൻ പകർന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ നിനക്കെതിരെ പോരാടുന്ന, നിനക്കെതിരെ ശബ്ദമുയർത്തുന്ന പിശാചിനെ നോക്കിയിട്ട് നീ പറയണം, പിശാചെ മാറി നില്ലെന്ന്. നീ പറഞ്ഞാൽ എത്ര വലിയ പിശാചായാലും, എത്ര വലിയ രോഗമായാലും, എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയായാലും, എത്ര വലിയ സാമൂഹിക കെട്ടുകളായാലും അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വന്ന് ജയത്തിൻ്റെ പാട്ട് പാടുവാൻ സ്വർഗം നിന്നെ സഹായിക്കും. സ്തോത്രം. ഒരു ദൈവ പൈതൽ എങ്ങനെയായിരുന്നാൽ പിശാചിനെ ജയിക്കാൻ കഴിയും?
ഒരു ദൈവ പൈതൽ എങ്ങനെയായിരുന്നാൽ ലോകത്തെ ജയിക്കാൻ കഴിയും? ഒരു ദൈവ പൈതൽ എങ്ങനെയായിരുന്ന സമൂഹത്തിൽ മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തപ്പെടാൻ കഴിയും? നമുക്ക് വായിക്കാം. യൂദായുടെ പുസ്തകം 1-ാം അധ്യായം 17 മുതൽ 21 വരെ. സ്വത്രം. യൂദായുടെ പുസ്തകം 1-ാം അധ്യായം 17 മുതൽ 21 വരെ. എടുത്തവർക്ക് നിർത്തി ശബ്ദമുയർത്തി വായിക്കാം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 17 മുതൽ 21 വരെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ ഒരു നാളും കൈവിടത്തില്ല. ആരൊക്കെ തൻ്റെ മക്കൾക്കെതിരെ എഴുന്നേറ്റ് വാടകോരി വന്നാലും അവർ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വായിച്ചാട്ടെ. നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വത്രം അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണം. സ്വത്രം. അവിടെ നിൽക്കട്ടെ, കൈവച്ചോണേ. സ്വത്രം. നമുക്ക് ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. എന്താണ് അവർ പറഞ്ഞത്? സ്വത്രം. നിങ്ങളിൽ ആരെങ്കിലും സ്വത്രം ദൈവത്തിൽ ആശ്രയിച്ചാൽ സ്വത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണം. പിശാച് ഏത് വിധത്തിലും നിന്നെ തകർക്കുവാൻ കടന്നു വരും. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നിന്നെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആലോചന കേട്ട് അത് പ്രകാരം യാത്ര ചെയ്യുന്ന നിന്നെ ഒരു പിശാചിനും തകർക്കാൻ കഴിയത്തില്ല. അടുത്തേ. സ്വത്രം. നീ തിരിച്ചറിയണം ദൈവ പൈതലേ, ഇത് ദൈവത്തിൻ്റെ അവസാന നിമിഷമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ഇത് അന്ത്യകാലമാണ്. സ്വത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നത്, ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മീതെ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള നീ സ്വത്രം പിശാചിനെ സ്വത്രം ജയിക്കും. അവൻ്റെ മുമ്പിൽ നീ തോൽക്കുകയില്ല. സ്വത്രം. അപ്പോൾ തോൽക്കാതെ ഇരിക്കണമെങ്കിൽ ജയിച്ച യേശുവിനോട് കൂടെ നീ നിൽക്കണം. സ്വത്രം. എന്താ വായിച്ചത്? സ്വത്രം. അന്ത്യകാലമായതുകൊണ്ട് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് സ്വത്രം നടക്കുന്ന പരിഹാസികളുണ്ട്. ദൈവപ്പൈതലേ, നിന്നെ പരിഹസിച്ചും നിന്നെ താഴ്ത്തിക്കെട്ടിയും നിന്നെ തള്ളിപ്പറഞ്ഞും നിന്നെ ഏത് വിധത്തിലും ദൈവകൃപയിൽ നിന്ന് തള്ളിയിടുവാൻ പിശാച് തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വരും. സ്വത്രം. സ്വത്രം. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, ഈ പരിഹാസികൾ സ്വത്രം നീ പോലും അറിയാത്ത, നീ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വിഷയങ്ങളെ നിൻ്റെ മുൻപാകെ കൊണ്ടുവന്നിട്ട് നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഭക്തിയെ നീ ത്യജിച്ച് കളയാതെ നീ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കണം. അടുത്തേ. സ്വത്രം. അവൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ, പിശാച് നിന്നെ തകർക്കാൻ പദ്ധതിയിട്ട് നടക്കാതെ വരുമ്പോൾ നിൻ്റെ ഇടയിൽ ഭിന്നത കൊണ്ടുവരും. നിൻ്റെ ഭവനത്തിനകത്ത് മക്കളും അപ്പനും തങ്ങളിൽ ശത്രുത്വം കൊണ്ടുവരും. ഭവനത്തിനകത്ത് സ്വസ്ഥത കെടുത്തും. അത് കണ്ടിട്ട് ഒരിക്കലും നീ പുറകോട്ട് നോക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തിക്കൊടുക്കണം. നോക്ക്, അവർ ഭിന്നത കൊണ്ടുവരും നിന്നെ തകർക്കുവാൻ. അടുത്തേ. സ്വത്രം. നോക്ക്, പല വേഷം കെട്ടി പല കോലം കാണിച്ച് നിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്കൊരു ദോഷവുമില്ലല്ലോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലല്ലോ, നിങ്ങളും നിങ്ങളുടെ മക്കളും ഇങ്ങനെ താഴേക്ക് പോകുന്നു. എന്തുകൊണ്ടാ? സ്വത്രം. അതുകൊണ്ട് നിങ്ങളിതൊക്കെ വിട്ടുതിരിഞ്ഞ് ഞങ്ങൾ പറയുന്ന കേട്ടനുസരിച്ച് ഞങ്ങളുടെ പിന്നാലെ വാ, ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ഉയരാമെന്ന്. സ്വത്രം. അടുത്തേ. സ്വത്രം. എന്തുകൊണ്ടാണെന്നറിയാം അവരത് പറയുന്നത്? അവർക്ക് ദർശനമില്ല, വെളിപ്പാടില്ല, അവരുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവില്ല. അവർ ആശ്രയിക്കുന്ന ലോകത്തിലാ. സ്വത്രം.
നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകാതെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. സ്തോത്രം. എങ്ങനെ ഇരിക്കണം? വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം മറുപടി തരും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ ദൈവം ഉത്തരം തരും. എൻ്റെ കണ്ണുനീർ തുടപ്പാൻ യേശു വരും. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന പിശാചിൻ്റെ തല തകർത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്കൊരു പൂർണ്ണ തരുവാൻ എൻ്റെ യേശു വരും. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ ഓർത്ത് കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഒരിക്കലും എൻ്റെ കൂട്ടാളി ഓർത്ത് കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഒരിക്കലും വീടിനകത്ത് പട്ടിണി കടന്ന് നിലവിളിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ വീടിനകത്ത് ഒരു കിടരോഗി ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ തലമുറ ഒരിക്കലും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ വിശ്വാസം അതാണെങ്കിൽ അത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. ലോകത്തിൽ പലരും വീണ് കിടന്ന് രോഗം ബാധിച്ച് അയ്യം വിളിക്കുമ്പോൾ കുഞ്ഞ് നീ ഇന്ന് രാത്രികാലവും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാകട്ടോ, അത് ദൈവത്തിൻ്റെ ദയ, അത് ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാ. വഴിയിൽ പലരും വീണപ്പോൾ, വഴിയിൽ പലരും ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, പലരും ഈ രാത്രികാലം ജീവന് വേണ്ടി ആശുപത്രിയിൽ ICUവിൽ കിടക്കുമ്പോൾ നീയും ഞാനും ജീവനോടെ ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ബലത്തോടെ ഇരുന്ന് കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുന്നത് നിന്നെ സ്നേഹിച്ച എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരുണയാ. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നിലും നിന്റെ സന്തതിയിലും വെളിപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ നിന്റെ തല ഉയരുമ്പോൾ ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. അന്ന് നിന്നെ കുറ്റം പറഞ്ഞവരും അന്ന് നിന്നെ പരിഹസിച്ചവരും പറയും, അവൾ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ടാ, അവൻ ദൈവത്തെ സേവിച്ചത് കൊണ്ടാ, അവൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ഉയർത്തിയത് കൊണ്ടാ അവർ തകർന്നു പോകാതെ ഇരുന്നതെന്ന്. ഇന്ന് രാത്രികാലം പറയട്ടെ, ആ കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നീ താഴ്ത്തി നിന്നെ കൊടുത്താൽ മതി, അവൻ തക്ക സമയത്തിന് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അടുത്ത പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുണ അത് നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം സ്വത്രം ഈ ലോകത്തിന് മുമ്പിൽ നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. സ്വത്രം. ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമായി തിരുവഴുത്തിൽ പറയുന്നുണ്ട്. സ്വത്രം. ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് സ്വത്രം അസൂയ ഉണ്ടാകരുത്. സ്വത്രം. പിണക്കമുണ്ടാകരുത്, മത്സരമുണ്ടാകരുത്, ദ്രവ്യാഗ്രഹമുണ്ടാകരുത്, സ്ഥാനമോഹമുണ്ടാകരുത്. ഞാനെന്ന ഭാവം ഒരിക്കലും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ നീ തോറ്റുപോകും. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വേണ്ട വിധം കാണാൻ കഴിയാതെ പോകും. സ്തോത്രം. എന്നാൽ ഇന്ന് വ്യക്തമായി പറയട്ടെ, അസൂയയും പിണക്കവും കാരണം സ്തോത്രം സ്വന്തം കൂടപ്പറപ്പുകളെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത വിശ്വാസ സമൂഹത്തിനിടയിലാണ് നാമും ജീവിക്കുന്ന തിരിച്ചറിയണം. സ്തോത്രം. നോക്ക്, നിന്നേക്കാൾ മറ്റുള്ളവൻ വലിയവനാകരുത്, എന്നേക്കാൾ മറ്റുള്ളവൻ വലിയവനാകരുത് എന്ന് ചിന്തിക്കുന്ന ഈ അസൂയ എന്ന് പറയുന്ന സ്വഭാവം ഒരു ദൈവ പൈതലിനകത്ത് വന്നാൽ അവന് എന്തുണ്ടാവുമെന്നറിയാമോ? പിണക്കം വരുവാനിടയുണ്ട്. സ്വത്രം. അങ്ങനെ അസൂയ മൂത്ത് പിണക്കം വന്നിട്ട് ഒരു കൂടപ്പുറപ്പിനെ സ്വത്രം നോക്ക് മരുഭൂമിയിലിട്ട് തല്ലിച്ചതച്ച് പൊട്ടക്കടറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ചരിത്രം വിശുദ്ധ ബൈബിൾ യോസഫിനെ കുറിച്ച് കാണുന്നുണ്ട്. സ്തോത്രം. യോസഫ് തൻ്റെ സഹോദരങ്ങൾക്ക് ആഹാരവുമായി ചെന്നവനാ, അവരുടെ വിശപ്പടക്കാൻ ചെന്നവനാ, അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്നവനാ. സ്തോത്രം. എന്നാൽ തൻ്റെ സഹോദരങ്ങൾക്ക് അവനോട് അസൂയ
തോന്നിയത് ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരില്ല. കുഞ്ഞെ, ഒരു ചെറിയ വിഷയം നിൻ്റെ മേലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഊതിപ്പെരിപ്പിച്ചു വലുതാക്കി നിന്നെ തകർക്കാൻ പിശാച് പദ്ധതി ഒരുക്കും. അതുകൊണ്ട് നീ എപ്പോഴും നിന്റെ ചിന്ത ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നായിരിക്കണം. അല്ലാതെ ലോകത്തിൽ അവരും ഇവരും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ വ്യാകുലപ്പെട്ട് മനം കലങ്ങി പോകരുത്. നോക്കൂ, യോസേഫ് തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ആഹാരമായി ചെല്ലുമ്പോൾ അസൂയ മൂത്ത സഹോദരങ്ങൾ പറയുകയാണ്, സ്വത്രം ഇതാ വരുന്നടാ സ്വപ്നക്കാരൻ, അവൻ പറഞ്ഞത് നമ്മൾ അവനെ വണങ്ങുമെന്ന്. അങ്ങനെയെങ്കിൽ അവൻ ജീവിച്ചിരുന്നാലല്ലേ നമ്മൾ അവനെ വണങ്ങത്തുള്ളൂ, നമുക്കവനെ കൊന്നുകളയാം. സ്വത്രം. കുഞ്ഞെ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടല്ലോ. നിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വിട്ടുകൊടുത്തിട്ട് കണ്ടിരുന്ന് ചിരിക്കുന്നവനല്ല, നിനക്കെതിരെ കരം ചൂണ്ടുന്നവനെ കൈകാര്യം ചെയ്യുന്നവനാ. ഒന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നീ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് നീ തിരിച്ചറിയണം. നീ ഒരു അസാധാരണ വ്യക്തിയാ. നിന്റെ മേലൊരു ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം പിശാച് നിന്നോട് പോരാടും, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്നോട് പോരാടും, നിന്റെ കൂട്ടാളി നിന്നോട് പോരാടും, സഭാ വിശ്വാസികൾ നിന്നോട് പോരാടും. പക്ഷേ കുഞ്ഞ്, നീ ഭയപ്പെടരുത്. നിന്നെ ശക്തനാക്കുന്നവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് നീ നിന്നെ തന്നെ താഴ്ത്തിക്കൊടുക്കണം. സ്തോത്രം. സ്വന്തം കൂടപ്പിറപ്പിനെ പിണക്കമുണ്ടായി, അസൂയ ഉണ്ടായി, സ്വത്രം അവനെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, അവനോ ദൈവത്താൽ ഉയർത്തപ്പെട്ടു. ആര്? യോസേഫ്. സ്വത്രം. നോക്ക്, സ്വന്തം കൂടപ്പിറപ്പുകൾ അവനെ തകർക്കാൻ ശ്രമിച്ചെങ്കിൽ സ്വർഗമോ അവനെ ഉയർത്തിമാനിച്ചു. സ്വത്രം. ഇനി നോക്ക്, മത്സരം, പിണക്കം ഒരു ദൈവപൈതലിന് പാടില്ല. സ്വത്രം. നീ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ നീ മത്സരിച്ചാൽ നീ തോറ്റുപോകത്തേ ഉള്ളൂ, നീ ജയിക്കത്തില്ല. സ്വത്രം. ദ്രവ്യാഗ്രഹം നിൻ്റെ അകത്ത് വരുമ്പോൾ, സ്ഥാനമാന മോഹങ്ങൾ നിൻ്റെ അകത്ത് കയറുമ്പോൾ നിൻ്റെ കൂടപ്പിറപ്പിനെ പോലും വഴിയിൽ വെച്ച് തകർക്കാൻ പദ്ധതി ഒരുക്കി പിശാച് നിൻ്റെ അകത്ത് കയറും. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവൻ എൻ്റെ കൂടപ്പിറപ്പാണ്, അവൾ എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള ആ ഒരു മനോഭാവം നിൻ്റെ അകത്ത് വന്നിട്ട് നിൻ്റെ മത്സര സ്വഭാവം എടുത്തു മാറ്റണം. ഇല്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. നീ ഈ ഭൂമിയിൽ തകർന്നുകൊണ്ടേയിരിക്കും, നീ ഉയർച്ച പ്രാപിക്കത്തില്ല. ഇനി ഒന്നുകൂടെ പറയട്ടെ, ഈ മത്സരം അകത്തു വന്നാലുണ്ടല്ലോ ദ്രവ്യാഗ്രഹം അവനെ കടന്നു പിടിക്കും. സ്വത്രം. അവനേക്കാൾ എനിക്ക് വലിയവനാകണം, അവളേക്കാൾ എനിക്ക് വലിയവളാകണം, അവരെക്കാൾ എനിക്ക് വലിയവരാകണം എന്നുള്ള ചിന്തയകത്ത് വരും. അങ്ങനെ വന്നാൽ ദൈവകോപം നിൻ്റെ മേൽ വന്നിട്ട് നീ നേടുന്ന നന്മ നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോകും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനാ ജീവിക്കും, അവൻ എനിക്ക് തരുന്ന നന്മ കൊണ്ട് ഞാൻ അവന് മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് തന്ന ദൈവത്തിന് നന്ദി പറയാതെ ലോകത്തിലേക്ക് നീ ഓടിയാലുണ്ടല്ലോ, ഒടുവിൽ നീ നേടിയ നന്മയുണ്ടല്ലോ നിനക്ക് അനുഭവിപ്പാൻ ഭാഗ്യമില്ലാതെ പോകും. സ്തോത്രം. നോക്ക്, മത്സരവും പിണക്കവും ഒക്കെ വന്ന് സ്വത്രം മോശയോട് തൻ്റെ കൂടപ്പിറപ്പുകൾ മത്സരിച്ചു. സ്വത്രം. അവർ തോറ്റുപോയി. സ്വത്രം. അവരുടെ മേൽ കുഷ്ഠം ബാധിച്ചിട്ട് അവർ കഷ്ടത്തിലായി. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിൻ്റെ മത്സര സ്വഭാവം, സ്വത്രം, നിൻ്റെ ദ്രവ്യാഗ്രഹ സ്വഭാവം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും വലിയ അധപ്പതനത്തിലേക്കും ഏറ്റവും വലിയ തകർച്ചയിലേക്കായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പിണങ്ങുവാനോ മത്സരിക്കുവാനോ തയ്യാറല്ല. ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വമുള്ളവനും മഹത്വമുള്ളവനായി ജീവിക്കും. സ്തോത്രം. അടുത്തത് പറയുന്ന സ്വത്രം, സ്ഥാനമോഹം. സ്വത്രം. ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ഈ പറയുന്നത്. സ്ഥാനമോഹമുണ്ടാവരുത്. അവരെക്കാൾ വലിയവനാകണം, ഇവനേക്കാൾ വലിയവനാകണം, ഞാനില്ലെങ്കിൽ നീയില്ല, ഞാനാണ് സകലത്തിനും കാരണം, എന്നിലൂടെ അല്ലാതെ നീ ഉയരാൻ പാടില്ല. സ്വത്രം. ഞാൻ വേണം അധികാരിയായിരിക്കാൻ, നിങ്ങളെല്ലാം എനിക്ക് താഴെ ഇരിക്കണം എന്ന് പറയുന്നൊരു മനോഭാവം ഒരു ദൈവ പൈതലിന് അകത്തുണ്ടെങ്കിൽ നീ തോറ്റുപോകത്തേ ഉള്ളൂ. കുഞ്ഞ്, നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നീ ഉയർത്തപ്പെടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ ഒന്ന് താഴ്ത്തിക്കൊടുത്താലുണ്ടല്ലോ, സ്വർഗം നിന്നെ ഉയർത്തും.
ഉയർത്തും. സ്വത്രം. നമുക്ക് സ്വർഗം നിന്നെ ഉയർത്തിയാൽ നിന്റെ മേൽ ഒരുത്തനും വരത്തില്ല. സ്വത്രം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശലോമോൻ തനിക്ക് അധികാരം കിട്ടിയപ്പോൾ, രാജഭരണം കിട്ടിയപ്പോൾ, ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധി തന്നെ താഴ്ത്തിയത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവന് ഏറ്റവും ഉയർത്തി മാനിച്ചു. എന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ അഹങ്കാര മനോഭാവത്തോടെ നിന്നവരെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ, തകർന്നു പോയിട്ടേ ഉള്ളൂ. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, അസൂയ, പിണക്കം, മത്സരം, ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം എന്നീ സ്വഭാവങ്ങൾ ഒരു ദൈവ പൈതലിനകത്ത് കടന്നു വന്നാൽ അവൻ്റെ ഉയർച്ചയല്ല, അവന് പകരം വലിയ താഴ്ച ഭവിക്കും. അവൻ ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് ഹിതമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തെടുത്തുകൊണ്ട് ദൈവിക മനോഭാവം നിന്നിൽ ഏറ്റെടുത്തുകൊണ്ട് നീ ദൈവത്തോട് കൂടെ നിൽപ്പാൻ ശ്രമിച്ചാൽ ലോകരുടെ മുമ്പിൽ, നിൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ, നിൻ്റെ സ്നേഹിതന് മുമ്പിൽ നീയും നിൻ്റെ സന്തതിയും തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് സ്വത്രം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന. നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിൻ്റെ ഇല്ലായ്മകൾ അവനോട് പറയണം, നിൻ്റെ കഷ്ടങ്ങൾ അവൻ്റെ മുമ്പിൽ ഇറക്കി വെക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, നീ എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പകരം ചെയ്യും? എനിക്കൊന്നും പകരം ചെയ്യുവാനില്ല. ദൈവമേ, രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ നിനക്ക് സ്തുതി കരേറ്റുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നീ ഒന്ന് പറഞ്ഞു നോക്ക്. നിൻ്റെ സന്തതി ഉണ്ടല്ലോ ഭൂമിയിൽ ഉയർത്തപ്പെടും. നീ ഒരു അനുഗ്രഹമാകും. സ്വത്രം. എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് സ്വത്രം മറ്റുള്ള മുമ്പിൽ തലകുനിച്ച് നടക്കാനല്ല, പക്ഷെ നീ തലകുനിക്കേണ്ടി വരുന്നത് ദൈവവചനം വിട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് നീ ഒന്നും മടങ്ങി വരാൻ തയ്യാറുണ്ടോ? ദൈവത്തിൻ്റെ വചനം ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ നീ താഴ്ചയല്ല, ഉയർച്ച പ്രാപിക്കും. നിൻ്റെ ഭവനത്തിനകത്ത് രോഗം കടന്നു വരത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക തകർച്ച വന്ന് നീ വീണുപോകാൻ ഇടവരത്തില്ല. നിൻ്റെ ശരീരാത്മകതകളിൽ വ്യാപരിക്കുന്ന രോഗത്തെ പൂർണ്ണമായി എടുത്തു മാറ്റി നിനക്ക് സൗഖ്യം തന്ന് നിന്നെ ജയത്തോടെ നടത്തുവാൻ യേശു കൂടെ ഉണ്ടാകും. നിൻ്റെ കലവറുടെ ശൂന്യത അത് നിറവാക്കി മാറ്റുവാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കി മനുഷ്യൻ പറയുന്നത് കേട്ട് അത് പ്രകാരം യാത്ര ചെയ്യാതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുന്നത് തകർച്ചയല്ല, ഉയർച്ചയായിരിക്കും. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ യേശുപ്പൻ്റെ നാമത്തിൽ നീ ദാഹിച്ചു വലഞ്ഞു വന്നവന് കൊടുത്തിട്ടുണ്ടോ? ഒരു നേരത്തെ ആഹാരം സ്തോത്രം പറയുന്നവന് കൊടുത്തിട്ടുണ്ടോ? വണ്ടിക്കൂലി ഇല്ലാതെ നിന്റെ മുമ്പിൽ വന്ന് കരം നീട്ടിയവന് നീ അവൻ്റെ കരത്തിൽ വണ്ടിക്കൂലി കൊടുത്തിട്ടുണ്ടോ? എൻ്റെ സ്വർഗം 1000 മടങ്ങ് തന്ന് നിറപ്പാൻ മനസ്സുള്ളവനാ. അതുകൊണ്ട് നിന്റെ ഹൃദയം ദൈവത്തിന് മഹത്വമായി മാറുമ്പോൾ നീ ഒരു അനുഗ്രഹമാകും. കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം ഒന്ന് വായിക്കേ. കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം. സ്തോത്രം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, ദൈവം അവരെ അനുഗ്രഹിക്കും. കൊരിന്ത്യർ വായിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്വത്രം എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്വത്രം. ഞാൻ എന്തെല്ലാം പ്രസംഗിച്ചാലും, ഞാൻ എന്തെല്ലാം അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചാലും, ഞാൻ എങ്ങനെയെല്ലാം പാടി ദൈവത്തെ സ്തുതിച്ചാലും എൻ്റെ അകത്ത് സ്നേഹമില്ലെങ്കിൽ മറ്റ് വിശ്വാസിയോട്, മറ്റ് പ്രാസംഗികരോട്, മറ്റ് ശുശ്രൂഷകരോട് അസൂയ, പിണക്കം, കോപം, ഈർഷ്യ, ക്രോധം, മത്സരം ഇത് വെച്ചുകൊണ്ട് സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ട് എൻ്റെ ജീവിതത്തിൽ അവരോട് വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തിയാൽ ഞാൻ ആരല്ലെന്നറിയാമോ? ദൈവ പൈതലല്ല, ഞാൻ പിശാചിൻ്റെ സന്തതിയാ. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നതാ, ദൈവം സ്നേഹമാകുന്നു. അടുത്ത വാക്യം എന്താ പറയുന്നത്?
സ്വത്രം, ഞാൻ വലിയ പ്രവാചകനാ. സ്വത്രം, പ്രവാചകനായ ഞാൻ മറ്റൊരാൾ നന്നാവുന്ന കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആരാന്നറിയോ? കള്ളപ്രവാചകനാ. സ്വത്രം, മറ്റൊരുവൻ ഉയർന്നത് കാണുമ്പോൾ എനിക്ക് സഹിച്ചില്ലെങ്കിൽ ഞാൻ കള്ളപ്രവാചകനാ. സ്വത്രം. അടുത്തേ. സ്വത്രം, ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം എവിടെയാണ്? ഒരു തളർച്ച വരുമ്പം, സ്വത്രം, ഒരു ക്ഷീണം വരുമ്പം വിശ്വാസവും പോകും, പ്രത്യാശയും പോകും, ഉടനെ ഓടും. എവിടെയാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുള്ളതെന്ന്? സ്വത്രം. നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവത്തിന് മഹത്വമായി കൊടുത്തിട്ട് പരിശോധന വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഒരു നിമിഷം ദൈവത്തിന് സന്നിധിയിൽ മുഴങ്കാലുമടക്കി എന്തുകൊണ്ടാണ് എനിക്കിത് വന്നതെന്ന് ചോദിക്കാൻ നീ തയ്യാറാകാതെ നീ ലോകത്തിലേക്ക് ഓടിയാൽ നീ തോറ്റുപോകും കുഞ്ഞേ. ദൈവസന്നിധിയിൽ നീ ഒന്ന് മുഴങ്കാലുമടക്കട്ടെ. അപ്പാ, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന് ചോദിച്ചു നോക്ക്. സ്വർഗം പറയും, മോനെ, ഇതാ നിൻ്റെ കാരണം, ഞാനതിന് മറുപടി തരാം. സ്വത്രം. നോക്ക്, ദൈവത്തോട് നീ ഒന്ന് പറഞ്ഞു നോക്ക്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്വത്രം. ലോകത്തിലെ ഏത് വൈദ്യൻ നിനക്ക് വേണ്ടി മരുന്ന് തന്നാലും, ലോകത്തിൽ ഏത് ബാങ്കുകാർ നിനക്ക് പൈസ തന്നാലും, ലോകത്തിൽ ആര് നിനക്ക് അംഗീകാരം തന്നാലും അതൊക്കെ കുറച്ച് നേരത്തേക്കേ കാണത്തുള്ളൂ. സ്വത്രം. എന്നാൽ നിൻ്റെ ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെയും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ യേശു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ അവനോട് ചോദിച്ച് അവൻ പറയുന്നത് കേട്ട് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നീ ഒരു സ്ഥാനത്തും തോറ്റുപോകത്തില്ല. നീ ഒരു കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നീ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരനർത്ഥവും കൂടാതെ ഭൂതലത്തിൽ നീ ദൈവത്തിന് സന്നിധിയിൽ നിൽക്കും. സ്വർഗമത നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന വലിയ മഹത്വം. അടുത്തേ. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ടോ. നിനക്കുള്ളതെല്ലാം നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്താലും അത് നിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവമില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലെങ്കിൽ, നീ ചെയ്യുന്നത് വെറുതെയാ. ഒരു പ്രതിഫലവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കിട്ടത്തില്ല. സ്വത്രം. എന്നാൽ ആത്മാർത്ഥതയോടെ, ഹൃദയവിശുദ്ധിയോടെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു നോക്ക്. അതിൻ്റെ പ്രതിഫലം സ്വർഗം നിനക്ക് തരും. സ്വത്രം. നീ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക്. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുഞ്ഞുങ്ങൾക്കൊരു രോഗം വരുമ്പോൾ സ്വത്രം ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയും. അതിൻ്റെ കാരണം എന്തായിരുന്നറിയാമോ? അവരുടെ കയ്യിൽ അന്ന് പണമുണ്ടായിരുന്നില്ല. സ്വത്രം. ഇന്ന് ഇഷ്ടം പോലെ പണമുണ്ട്. സ്വത്രം. ദൈവസഭയെ കൊണ്ടുവന്നൊരു സ്വോത്ര കാഴ്ച പാത്രത്തിൽ ഇടുന്നത് ഞെവിടിയാണ്. പക്ഷേ ഡോക്ടർമാർക്ക് കൊടുക്കുന്നതിന് കണക്കില്ല. സ്വത്രം. ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് പറഞ്ഞ് സ്വത്രം അവർ ഇല്ലാത്ത ടെസ്റ്റ് മൊത്തം നിൻ്റെ ജീവിതത്തിൽ നടത്തിയാലും നീ ഡോക്ടർക്ക് വാരിക്കൊടുക്കും. പക്ഷേ ഒരു ദൈവദാസനോ ഒരു ദൈവ പൈതലോ ഒരു ബുദ്ധിമുട്ട് വന്ന് ചോദിച്ചാൽ ഒരു 10 രൂപ കൊടുക്കാനും കടത്തില്ല. ഇല്ല, കരിഞ്ഞുപോയി എന്ന് പറയും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവവും പറയും, നീയും കരിഞ്ഞു തന്നെ ഇരിക്കുന്നു. സ്വത്രം. കാരണം എൻ്റെ കർത്താവ് ആർക്കും കടക്കാനല്ല. ദൈവത്തിന് പണം കൊടുത്ത് കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല കുഞ്ഞ്. നിന്നെ കൊടുക്കണം. നീ നിന്നെ കൊടുത്താൽ നിൻ്റെ പണവും ദൈവത്തിനുള്ളതാ. നീ നിന്നെ കൊടുക്കാതെ കാശ് കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ കാശും പോയി കിട്ടും, നിൻ്റെ കാര്യത്തിന് സൗഖ്യം ഉണ്ടാവത്തുമില്ല. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം നീ നോക്കുന്നത് ദൈവത്തിങ്കലേക്കാണോ? ദൈവവചനം പറയുന്ന പ്രകാരമാണോ നോക്കുന്നത്? ആത്മാവിലും സത്യത്തിലുമാണോ നീ ദൈവത്തെ നോക്കുന്നത്? വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചാണോ നീ ദൈവത്തെ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. സ്വത്രം. അതാർക്കും ഈ ലോകത്തിൽ തടയാൻ പറ്റത്തില്ല. ഇനി ഏതെല്ലാം നിലവാരത്തിൽ നിനക്കെതിരെ നീ ഒരു ദൈവബദലായിരിക്കുന്നിടത്തോളം കാലം നിനക്കെതിരെ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും നിനക്കെതിരെ വാടകോരി നിന്നാലും നിനക്കത് ഏക്കത്തില്ല കുഞ്ഞെ. നിന്നെ ഭയപ്പെടുത്തുന്ന പിശാച് പല പദ്ധതികൾ കൊണ്ടിട്ട് നിന്നോട് വാദിക്കും. എന്തിനെന്നറിയാമോ? നീ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ. അവർ മന്ത്രവാദം ചെയ്തു, അവർ കൂടുപാത്രം ചെയ്തു, അവർ നിനക്കെതിരെ വിളിച്ചു നേർന്നു, നിൻ്റെ മക്കൾക്കെതിരെ പിന്നെ അവിടെ നേർച്ച നേർന്നിട്ടുണ്ട്, ഇവിടെ നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നിന്നെ
പേടിപ്പിക്കുമ്പം നീ അയ്യം വിളിച്ച് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടാതെ വചനം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് നീ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം, അതൊന്ന് കേൾക്കാൻ ശ്രമിക്കണം. എന്താ വചനം പറഞ്ഞെന്നറിയാമോ? ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല. സ്വത്രം, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല. നീ ഒരു ഇസ്രായേലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ഒരു ദൈവപ്പതലാണെങ്കിൽ, നീ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, കർത്തൃമേശ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു പിയായും ഒരു മന്ത്രവാദവും ഒരു വിളിച്ചു നേർച്ച നിനക്കോ നിൻ്റെ കുഞ്ഞുങ്ങൾക്കോ വരത്തില്ല. അത് ഫലിക്കത്തുമില്ല. എപ്പോൾ നീ ആ പിയായി പറയുന്നത് കേട്ട് വിശ്വസിക്കുമോ, ആ സമയത്ത് ഭയം നിന്നെ കടന്നു വരും. ഭയത്തിലൂടെ അവൻ അകത്ത് കയറും. നിന്റെ വിശ്വാസത്തെ അവൻ തല്ലിക്കെടുത്തും. ഒടുവിൽ നീ ഒന്നുമല്ലാതായി മാറുമ്പോൾ പിശാച് മാറിന്ന് കൈകൊട്ടിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മന്ത്രവാദവും കൂടുപാത്രവും വിളിച്ചു നേർച്ചയും ഒന്നും ഒരു ജീവിക്കുന്ന ദൈവത്തിന്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന് വരത്തില്ല. സ്വത്രം, അത് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നിമിഷം വരെയും കർത്താവിനോട് കൂടെ കൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഒരു പിയായിനും ദൈവം എന്നെ വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തോട് എന്നിട്ട് പറയും, എൻ്റെ ദൈവമേ, ഈ ശരീരം നിൻ്റെ മന്ദിരമാ, ഇത് നശിപ്പിക്കുന്ന പിശാചിനെ തകർക്കുവാൻ അവിടുത്തേക്ക് കഴിയും. ഞാൻ ജീവിക്കുന്നെങ്കിൽ അവിടുത്തേക്ക് വേണ്ടി അങ്ങ് പറയുന്ന പ്രകാരം ഞാൻ യാത്ര ചെയ്യും. അവിടുത്തെ ഇഷ്ടം ഞാൻ നിവർത്തിച്ചുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും അങ്ങയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു മനസ്സൊന്ന് നമുക്കുണ്ടാവട്ടെ. മക്കളെ നിനക്ക് തന്നത് ദൈവമാണെങ്കിൽ, കൂട്ടാളിയെ ദൈവമാണ് നിനക്ക് തന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി സ്വർഗം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഒരിക്കലും നിന്നെ ലോകയുടെ മുമ്പിൽ താഴ്ത്തി നിന്നെ ഒരു പരസ്യക്കൊലമാക്കി എൻ്റെ കർത്താവ് മാറ്റത്തില്ല. നീ ഉയർച്ച പ്രാപിക്കും. നീ താഴ്ച പ്രാപിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകും. നീ ഇനി മുന്നോട്ട് പോകത്തില്ല. നിൻ്റെ രോഗം മാറത്തില്ല. നിൻ്റെ കടഭാരം നീങ്ങത്തില്ല. നിൻ്റെ സന്തതി ഒരിക്കലും വിദ്യാഭ്യാസപരമായി ഉയരത്തില്ല. അവനൊരു ഭാവി ഉണ്ടാവത്തില്ല. ദൈവ പൈതലെ, നിന്നോടാണ് ഇത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിൻ്റെ വിശ്വാസം പോകും, നിൻ്റെ പ്രത്യാശ പോകും. കാരണം പറഞ്ഞത് വേറെ ആരും അല്ലല്ലോ. സ്വത്രം, ചില പ്രവാചകന്മാർ വരെ പറയും സ്വത്രം, എന്നിട്ട് പറയും പ്രാർത്ഥിച്ചാൽ മതി അങ്ങ് ശരിയാവുമെന്ന്. സ്വത്രം, കള്ളനാവൻ. സ്വത്രം, ഈ പറഞ്ഞവൻ കള്ളനാ. സ്വത്രം, നിന്നെ വിളിച്ച ദൈവമുണ്ടല്ലോ, നിന്നെ വിളിച്ച ദൈവമുണ്ടല്ലോ. നീ തോറ്റുപോകാൻ അനുവദിക്കുന്നവനല്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം, ലോകത്തിന് മുമ്പിൽ ഒരു പക്ഷേ നീ ഒരു ഭോഷനായി തോന്നാം. ലോകക്കാരുടെ മുമ്പിൽ ഒരു പക്ഷേ നീ ഒന്നുമല്ലാത്തവനായി മാറിയെന്ന് വരാം. പക്ഷേ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നീ സേവിച്ച ദൈവം ജീവനുള്ള ദൈവമാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ ആരാധിച്ച ആരാധന ദൈവത്തെയാണെന്നുണ്ടെങ്കിൽ, സ്വത്രം, നീ കൊടുത്ത സ്വത്രാഴ്ച ദശാംശവും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ആരെല്ലാം നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും അവരുടെ മുമ്പ് നീ ജയിച്ച് പുറത്തു വരും. സ്വത്രം, ഇത് ചുമ്മാതെ പറയൊന്നും അല്ലെന്നേ. ഒരു പാസ്റ്റർക്കും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ദൈവം കൊടുത്ത കഴിവേ ഉള്ളൂ. സ്വത്രം, ഒരു പാസ്റ്റർക്കും പ്രത്യേക കൃപ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ദൈവം കൊടുത്തതേ ഉള്ളൂ. സ്വത്രം, നിനക്ക് തന്ന അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാ ആ പാസ്റ്റർക്കും ഈ പാസ്റ്റർക്കും ആ വിശ്വാസിക്കും ഈ വിശ്വാസിക്കും ദൈവം കൊടുത്തത്. സ്വത്രം, അത് ഒറ്റ വിശ്വാസം, ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നീ പറഞ്ഞു നോക്ക്, സംഭവിക്കും. സ്വത്രം, പക്ഷെ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വേണം, യഥാർത്ഥമായി ഞാനൊരു ദൈവ പൈതലാണോ? ഞാൻ പൂർണ്ണമായി ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, അതോ ലോകത്തിലാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചിട്ട് പറയണം. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, നീ യഥാർത്ഥമായി ദൈവത്തിലാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ തോറ്റുപോകാൻ എൻ്റെ ദൈവം വിടത്തില്ല. നീ ജയിച്ചു പുറത്തു വരും. നീ ജയിച്ച് പുറത്തു വരും. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണും. അത് ജയവും പരാജയവും. എങ്ങനെയാണ് അവർ ജയിച്ചത്,
എങ്ങനെയാണ് അവർ ദൈവമഹത്വം കണ്ടതൊന്ന് പഠിക്കണം. അത്രം അല്ലാതെ അവൻ്റെ ഉയർച്ച മാത്രം കണ്ടിട്ട് ഞാൻ തോറ്റുപോയല്ലോ എന്നല്ല പറയേണ്ടത്. അവരെ ഉയർച്ചയുടെ മുമ്പിൽ ഒരു വലിയ ത്യാഗമുണ്ടായിരിക്കും. അവിടെ ഉയർച്ചയുടെ മുമ്പിൽ ഒരു പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ഒന്നുമല്ലാതിരുന്ന കാലത്ത് ചങ്കുപൊട്ടി ദൈവസന്നിധി കരഞ്ഞ ആ നിലവിളി സ്വർഗം കേട്ടിട്ട് സ്വർഗം ഉയർത്തിയതാ. ഉയർന്നു വന്നു കഴിയുമ്പം കുറ്റം പറയാനല്ല നമ്മൾ നിൽക്കേണ്ടത്. സ്വത്രം അവനെ ഉയർത്തിയ ദൈവത്തിന് എന്നെ ഉയർത്താൻ കഴിയുമെന്ന് പറഞ്ഞ് അവനോടുകൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുമ്പോൾ നീ അവനേക്കാൾ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. എൻ്റെ കർത്താവ് കീറുവസ്ത്രം മാറ്റി വെള്ള വസ്ത്രം തരാമെന്നാണ് പറഞ്ഞത്. സ്വത്രം എൻ്റെ കർത്താവ് ചെറ്റപ്പുര മാറ്റി മനോഹരമായ ഭവനം തരാമെന്നാണ് പറഞ്ഞത്. എൻ്റെ കർത്താവ് പറഞ്ഞത് നീ നടന്ന് ക്ഷീണിച്ച് തളർന്നു വീഴുമെന്നല്ല പറഞ്ഞത്. നിനക്ക് വയ്യാതെ വരുമ്പം ഞാൻ നിന്നെ ചുമന്നോളാന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ വാഗ്ദത്തം തന്ന ദൈവത്തിന് നീ കൊടുക്കുന്ന മഹത്വം എത്രയുണ്ട്. സ്വത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കർത്താവ് അവനെ സേവിപ്പാനിറങ്ങിയവരെ മറന്ന് കളഞ്ഞിട്ടില്ല. പക്ഷെ നാം പലപ്പോഴും നമ്മെ ഉയർത്തിയ ദൈവത്തെ മറന്നാ ജീവിക്കുന്നു. സ്വത്രം നാം പലപ്പോഴും നമ്മെ ഉയർത്തിയ ദൈവത്തെ മറന്നാ ജീവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനൊരു വലിയ സത്യമുണ്ട്. ഇങ്ങനൊരു ഭാഗത്ത് ഒരിക്കലും വന്നുപെടാൻ ഒരു യോഗ്യതയുമില്ലാതെന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ ഉയർത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വരാനിടയായിത്തീർന്നത്. അതുകൊണ്ടാണ് ദൈവം എന്നെ ഉയർത്തിയത്. വ്യക്തമായി പറയട്ടെ, മക്കളെ തന്നത് ദൈവമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുടുംബം തന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ട്. ഇന്ന് വരെ നിർത്തിയത് ദൈവമാണെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയാം, ലോകത്തിൽ നിന്നെ വിളിച്ച സർവശക്തനായ ദൈവം ലോകക്കാരുടെ മുമ്പ് നിന്നെ ലജ്ജിപ്പിക്കാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് വിശ്വസിച്ചിട്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുന്നു പറ. ഒരു പക്ഷേ ഇന്ന് രാത്രി ഈ ലോകത്തുനിന്ന് നാം മാറ്റപ്പെട്ടാലും ഒരു പ്രത്യാശ ഉണ്ടാവണം. ഞാൻ എൻ്റെ ദൈവത്തിന് സന്നിധി ചെല്ലും. എൻ്റെ കുടുംബക്കാരെ, എൻ്റെ മക്കളെ, എൻ്റെ കൂട്ടാളിയെ ഞാൻ വീണ്ടും കാണുന്ന ഒരു ദിവസം എനിക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവെ, ജീവിക്കുന്ന നാൾ മുഴുവനും നിൻ്റെ മഹത്വം കൊണ്ട് ജീവിപ്പാൻ എന്നെ നീ സഹായിക്കണമെന്ന് നീ ഒന്ന് പറഞ്ഞ് ദൈവസന്നിധി നിന്നെ ഒന്ന് താത്തു കൊടുത്തു നോക്ക് കുഞ്ഞെ. നിൻ്റെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും വിട്ടുതിരിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. സ്വർഗം നിന്നെ ഉയർത്തും. പലരും നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടാകും. പലരും നിൻ്റെ മക്കളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടാകും. പലരും നിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടിട്ട് നിന്നെ താത്ത് കിട്ടുന്നുണ്ടാകും. നിൻ്റെ രോഗം കണ്ടിട്ട് നിന്നെ മാറ്റി നിർത്തുന്നുണ്ടാകും. പക്ഷേ എൻ്റെ യേശുപ്പനെ, നിന്നെ ഉയർത്തി മാനിക്കുമ്പം ഈ കുറ്റം പറഞ്ഞവരും മാറ്റി നിർത്തുവരെ നിന്നെ തേടി വരും. സ്വത്രം അത് തിരിച്ചറിയണം. സ്വത്രം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നിൽ നിവർത്തിക്കപ്പെടാതെ സമൂഹത്തിൽ നീ അനുഭവിച്ച നിന്നയ്ക്ക് പരിഹാരമായി നീ ഉയർത്തപ്പെടാതെ, നീ കരഞ്ഞ കണ്ണുനീരിന് അക്കമിട്ട് മറുപടി തരാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും നീ മാറ്റപ്പെടത്തില്ല കുഞ്ഞെ. ഒരുപക്ഷെ നിൻ്റെ സ്നേഹിതർ പറയും, നിൻ്റെ കൂടപ്പുറപ്പുകൾ പറയും, നിൻ്റെ കൂട്ടാളി പറയും, നീ ശരിയാവത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന്. അപ്പം നീ അത് കേട്ടിട്ട് കരഞ്ഞും വിളിച്ച് നടക്കാതെ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഉയർച്ച പ്രാപിക്കുമെന്ന് നിൻ്റെ ഹൃദയത്തിനകത്ത് നീ പറയണം. അല്ലാതെ ചേട്ടൻ വലിയ വീട് വെച്ചെന്ന് കരുതി, പെങ്ങൾ വലിയ വീട് വെച്ചെന്ന് കരുതി, അയ്യോ എനിക്കിനി വീട് വയ്ക്കാൻ പറ്റത്തില്ല, അയ്യോ ഞാൻ തോറ്റു പോകത്തേ ഉള്ളു, അയ്യോ ഞാൻ തകർന്നു പോകത്തേ ഉള്ളു, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് നീ താഴേക്ക് പോകാതെ ഉയരത്തിലോട്ട് നോക്കണം. നിന്നോട് വാക്ക് പറഞ്ഞ സർവശക്തൻ നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിച്ചിട്ട് അവൻ്റെ വചനപ്രകാരം നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. സ്വത്രം എൻ്റെ കർത്താവ് ലജ്ജിപ്പിക്കാനല്ല നിന്നെ വിളിച്ചത്. എൻ്റെ കർത്താവ് നിൻ്റെ കൂടപ്പുറപ്പെടുമില്ല ഒന്നുമില്ലാത്തവനാക്കി തീർക്കാനല്ല വിളിച്ചത്. സ്വത്രം എൻ്റെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത് നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനല്ല വിളിച്ചത്. സ്വത്രം ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയാൻ ശ്രമിക്കു കുഞ്ഞ്. എൻ്റെ അപ്പൻ നിന്നെ വിളിച്ചെങ്കിൽ ആ അപ്പൻ്റെ വിളിക്കനുസരിച്ച് അവൻ തിരഞ്ഞെടുത്ത് നിർത്തിയ വഴിയിൽ നീ ഉറപ്പും ധൈര്യമുള്ളവനായി നില്ല്. നീ ഉയർത്തപ്പെടുമ്പോൾ നിൻ്റെ കൂടെയുള്ളവർ നിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് പറയും, നിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്.
അല്ലാതെ നിന്നെ ലജ്ജിപ്പിച്ച് തല താഴ്ത്തി മറ്റുള്ള മുമ്പിൽ തലകുനിച്ച് നിർത്തുന്നവനല്ല നീയും ഞാനും സേവിക്കുന്ന ദൈവം, നീയും ഞാനും ഈ രാത്രികാലം ആരാധിക്കുന്ന ദൈവം, നീയും ഞാനും കേൾക്കുന്ന ഈ ദൈവം ഉയർത്തി മാനിക്കുന്നവനാ. സ്വത്രം. അതിന് എത്ര വലിയ ശക്തിയും വ്യക്തിയും നിനക്കെതിരെ എഴുന്നേറ്റാലും നീ ഒരു ദൈവപൈതലാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ തോക്കത്തില്ല. സ്വത്രം. സ്വത്രം. നീ ഒരു ദൈവ പൈതലാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, കുഞ്ഞെ, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. പിന്നെ നീ ഒരു കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല. സ്വത്രം. പക്ഷെ നീ തോൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ജയിച്ച് പുറത്തു വരും. നിൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ, നിൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ, നിൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ, നിൻ്റെ ദേശത്തിന് മുമ്പിൽ നീ പുറത്തു വരും. നീ മാത്രമല്ല, നിൻ്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെട്ടവരെ പുറത്തു വരും. ഓ, ചിലരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. സ്വത്രം. ചിലരൊക്കെ മനസ്സിൻ്റെ ചിന്ത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ ഇല്ല പാസ്റ്ററെ, എനിക്കതിനുള്ള വിദ്യാഭ്യാസമില്ല പാസ്റ്ററെ, എനിക്കുള്ള പരിജ്ഞാനമില്ല പാസ്റ്ററെ, എനിക്ക് ബൈബിളിൻ്റെ മർമ്മങ്ങളൊന്നും അറിയത്തില്ല പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയത്തില്ല പാസ്റ്ററെ, എനിക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ല പാസ്റ്ററെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തോറ്റും. അല്ല കുഞ്ഞേ, നിനക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. സ്വത്രം. യേശു എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എനിക്കും കൂടെ വേണ്ടി ആ കാൽവറി മരിച്ചെന്ന് നീ വിശ്വസിച്ചാൽ മതി. നീ വലിയ പ്രാസംഗികനാവണമെന്നില്ല. സ്വത്രം. നീ വലിയ പാട്ടുകാരനാവണമെന്നില്ല, നീ വലിയ പ്രവാചകനാവണമെന്നില്ല, നീ വലിയ പ്രാർത്ഥനാവീരനാകണമെന്നുമില്ല. യേശുവിന് നിൻ്റെ അകത്ത വിശ്വാസം അത് പൂർണ്ണമാണ്, അത് ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനത്തിലുമാണ് എങ്കിൽ കുഞ്ഞെ, നീ ലോകയുടെ മുമ്പിൽ ഉയർച്ച പ്രാപിക്കും. സ്വത്രം. നമ്മുടെ പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ ഉയർന്നു വന്ന അങ്ങനെ, അല്ലാതെ അവരെല്ലാം വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിട്ടല്ല. അവർ വിശ്വസിച്ചത് ഞങ്ങളുടെ കഷ്ടത മാറ്റുന്ന കർത്താവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവം ഞങ്ങളെ മറന്ന് കളയത്തില്ല. ഞങ്ങളുടെ അപ്പൻ മറന്നു, ഞങ്ങളുടെ അമ്മ മറന്നു, ഞങ്ങളുടെ കുടുംബക്കാർ മറന്നു, പക്ഷേ ഞങ്ങളെ മറക്കത്തില്ലെന്ന് പറഞ്ഞ യേശു ഞങ്ങളുടെ കൂടെയുണ്ട്. അന്ന് അവർ അത് വിശ്വസിക്കുമ്പോൾ അവർക്കൊരുറപ്പുണ്ടായിരുന്നു. അബ്രഹാമോട് ചെയ്ത വാഗ്ദത്തം പോലെ എൻ്റെ തലമുറയോടും എന്നോടും ചെയ്ത വാഗ്ദത്തം സ്വർഗത്തിൽ നിവർത്തിക്കുമെന്ന്. അതവർ കണ്ട് ഈ ലോകത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൽ ചെന്ന് ചേർന്നത്. അവരെല്ലാം ഇന്നും നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ ഇവിടെ കയറി വരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് ഈ ലോകത്തിൽ നീ ഏതൊക്കെ സാഹചര്യത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ, ഏതൊക്കെ മേഖലയിൽ നീ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടോ, ഏതൊക്കെ സാഹചര്യത്തിൽ നീ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം അംഗീകരിക്കപ്പെട്ടവനും അംഗീകരിക്കപ്പെട്ടവളുമായി മാറ്റപ്പെട്ട് നീ ഭൂമിയിൽ ജീവനുള്ള ദൈവം എന്നെ ഉയർത്തിയെന്ന് നിൻ്റെ നാവ് കൊണ്ട് പറയുന്ന സമയം വരെയും സ്വർഗം നിന്നെ ഭൂമിയിൽ ആർക്കും വിട്ടുകൊടുത്ത് നീ ഒരു പരസ്യക്കൊലമാകാൻ സ്വർഗം അനുവദിക്കത്തില്ല കുഞ്ഞെ. ഏതെങ്കിലും സാഹചര്യത്തിൽ നീ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ നിൻ്റെ മേൽ ആരെങ്കിലും കരം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം കൈകാര്യം ചെയ്യാതെ വിടത്തില്ലെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സങ്കീർത്തനം 91:10-11 പറയുന്നത്, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. ആർക്ക്? ദൈവ പൈതലിന്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ആർക്ക്? ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്. സ്വത്രം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കുന്നവൻ്റെ വഴിയിലുണ്ടല്ലോ ഒരു പിശാചും തടസ്സം ചെയ്തിട്ട് നിൻ്റെ വഴി മുടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓക്കെ. നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവർ വിശ്വസിച്ച വിശ്വാസം പൂർണ്ണമായിരുന്നത് പോലെ ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും, കിടക്കാനൊരു വീടില്ലെങ്കിലും, സ്വത്രം ഉടുക്കാൻ നല്ല വസ്ത്രമില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നൊന്ന് വിശ്വസിച്ച് നോക്ക്. സ്വത്രം. എല്ലാ ശൂന്യതകളും അകന്നു പോകും, എല്ലാ നഷ്ടങ്ങളും ലാഭമാകും, നിൻ്റെ കണ്ണുനീര് ആനന്ദമാകും. എൻ്റെ കർത്താവ് പഴയ കർത്താവല്ല കേട്ടോ. എൻ്റെ കർത്താവ് കാലപ്പഴം ചെന്ന് വയസ്സായി പോയ
കർത്താവല്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം, ഓ ഇപ്പം പ്രാപിക്കാം, ഇപ്പം പിടിക്കാം, ഇപ്പം എടുക്കാം, ഇപ്പം ചാടിക്കയറാം എന്നൊക്കെ. പറ്റത്തില്ല കുഞ്ഞെ. സ്വർഗം പറഞ്ഞിട്ടല്ലാതെ നീ ചാടിയ നീ വീണ് തകർന്നു പോകത്തേ ഉള്ളൂ. സ്വർഗം പറയാതെ നീ കൈ നീട്ടിയാൽ പിടിക്കാൻ കിട്ടുന്ന മറ്റു പലതുമായിരിക്കും. സ്വത്രം ഇപ്പം പ്രാപിക്കാമെന്ന് പറഞ്ഞ് പലരും പറഞ്ഞിട്ട് പ്രാപിക്കാൻ പോയാൽ നീ അവസാനം പ്രാപിക്കാതെ തകർന്നു വീഴും. പക്ഷേ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എങ്ങും ചാടേണ്ടിയും വരത്തില്ല, നീ എങ്ങും ഓടേണ്ടിയും വരത്തില്ല. നീ നിൽക്കുന്നിടത്ത് നിനക്ക് വേണ്ടത് തന്നു നിറപ്പാൻ എൻ്റെ കർത്താവ് ഇറങ്ങി നിൻ്റെ അടുക്ക വരും. സ്വത്രം നോക്ക്, പേടിച്ച് ഭയന്ന് സ്വത്രം പ്രാണഭയം കൊണ്ട് ഗുഹയ്ക്കകത്തിരിക്കുന്ന ഏലിയാവിൻ്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്നതുപോലെ നിൻ്റെ അടുക്കലേക്ക് വരുവാൻ എൻ്റെ അപ്പം മനസ്സുള്ളവനാണ്. അതുകൊണ്ട് ഒരിക്കലും നീ പുറകോട്ട് നോക്കരുത്. നീ സേവിക്കുന്ന ദൈവം നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനപ്രകാരം നീ അവനെ പിൻപറ്റാൻ ശ്രമിക്കുക. ആര് നിനക്കെതിരെ വാടകോരിയാലും നീ തോറ്റുപോകത്തില്ല, നീ ജയിച്ച് പുറത്തു വരും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ദൈവമുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ. എൻ്റെ ശരീരാത്മദേഹികളെ, എൻ്റെ ഹൃദയത്തെ കർത്താവേ നിൻ്റെ കരത്തിൽ ഞാൻ തരിക. നിനക്ക് ഹിതമല്ലാത്ത ഒരു ചിന്തയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഞാൻ ലോകരുടെ മുമ്പിൽ തോറ്റുപോകുവാൻ, ഒരു പരസ്യക്കൊലമാകുവാൻ എന്നെ വിടല്ലേ എന്ന് ദൈവത്തോട് പറ. എൻ്റെ മക്കളുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കുവാൻ, എൻ്റെ മക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാൻ നീ എന്നെ പ്രാപ്തനാക്കണമെന്ന് പറ. എൻ്റെ കൂട്ടാളിക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത് ദേശക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽപ്പാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് പറ. സ്വത്രം ഈ ലോകത്തിൽ ഞാൻ തോറ്റുപോയാലും എൻ്റെ കൂടപ്പിറപ്പുകൾ തോറ്റുപോകല്ലെന്ന് പറ. ഈ ലോകത്തിൽ ഞാൻ ഒന്നുമില്ലാതായാലും എൻ്റെ മക്കൾ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഇടവരുത്തല്ലെന്ന് ദൈവത്തോട് പറ. എന്നിട്ട് പൂർണ്ണമായി നീ ദൈവത്തിൽ ആശ്രയിക്കുക. നീ തോറ്റുപോകത്തില്ല കുഞ്ഞെ. നീ ജയിച്ച് പുറത്തു വരും. നീ ജയിച്ച് പുറത്തു വരും. സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. നിൻ്റെ സഹോദരങ്ങളുടെ നീ ഒരു അനുഗ്രഹമായി മാറും. അതുവരെയും സ്വർഗം നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ ചൂടാടി സഞ്ചരിച്ച് കടന്നു വരുമ്പോൾ നിന്നോട് കൂടെയുള്ളവൻ പിശാചിൻ്റെ തലയെ തകർത്ത് നിനക്ക് ജയം തരും. ആകയാൽ ആ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണുമെന്ന വിശ്വാസത്തോടെ ഇന്ന് പകൽ രാത്രികാലം മടങ്ങാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ,